10 വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില 240 കടന്നു. RSS 4-ന് 240 രൂപയായി വില ഉയർന്നു. ഉൽപാദനക്കുറവാണ് വില കുതിച്ചുയരാൻ കാരണം. ഒരു പതിറ്റാണ്ടിനു ശേഷം കേരളത്തിൽ റബ്ബർ വില 240 കടന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി RSS 4 ഇന റബ്ബറിന്റെ വില 240 കടന്ന് 247 എത്തിയിട്ടുണ്ട്. രണ്ടാം ഗ്രേഡായ RSS 5-ന് 242 രൂപയും വില വർദ്ധിച്ചിട്ടുണ്ട്. 140 രൂപയിലും താഴ്ന്നു നിന്ന വിലയാണ് ഈ കൊല്ലം 100-ലേറെ രൂപ വർദ്ധിച്ച് 250-നടുത്തേക്ക് എത്തുന്നത്. ഉൽപാദനത്തിൽ വന്ന ഗണ്യമായ ഇടിവും രാജ്യാന്തര വില ഉയർന്നു നിൽക്കുന്നതുമാണ് കേരളത്തിൽ റബ്ബർ വില ഉയരാൻ കാരണം. ഉൽപാദനം പൂർണ്ണ തോതിലെത്തിയാൽ വിലയുടെ ഗതി എന്താകുമെന്ന കാര്യത്തിൽ വിപണി കേന്ദ്രങ്ങൾക്കൊന്നും ഉറപ്പില്ല. മുൻകാലങ്ങളിൽ വില കുത്തനെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഏറെക്കാലം നിലനിന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിലവർധന കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുന്നുണ്ടെങ്കിലും വലിയ ആവേശം ഈ മേഖലയിൽ പ്രകടമല്ല. വില ഉയർന്നു നിൽക്കുമ്പോഴും ആവർത്തന കൃഷിക്ക് കർഷകർ താൽപര്യം കാണിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ടാപ്പിംഗ് തൊഴിലാളികളുടെ കുറവും വിലസ്ഥിരത സംബന്ധിച്ച അനിശ്ചിതത്വമാണ് വെട്ടിപ്പോകുന്ന തോട്ടങ്ങൾക്ക് പകരം റബ്ബർ തന്നെ കൃഷി ചെയ്യാൻ കർഷകർ മടിക്കുന്നതിന്റെ കാരണം. ഗവൺമെന്റിനെ സംബന്ധിച്ച് വിലവർധന 2 തരത്തിൽ ഗുണകരമായിട്ടുണ്ട്. വിലസ്ഥിരതാ ഫണ്ടിൽ നിന്ന് സബ്സിഡി നൽകേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. നികുതി ഇനത്തിനും ഗവൺമെന്റിന് വരുമാന വർധന ഉണ്ടാകും. വില ഉയർന്നതോടെ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. തടിക്ഷാമം നേരിടുന്ന പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികൾക്ക് തോട്ടം അധികം മുറിച്ചു മാറ്റാത്തത് മൂലം അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനും തടസ്സമുണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില താഴ്ന്നാൽ കൃത്രിമ റബ്ബർ ഉൽപാദനത്തിലൂടെ ക്ഷാമം മറികടക്കാൻ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രമമുണ്ടായേക്കാം. ഇതും വിലസ്ഥിരത സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും ഒട്ടേറെ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാത്ത നിലയിൽ തുടരുന്നതിന് ഇതൊക്കെ കാരണമായിട്ടുണ്ടാകാം.